ഹായ് ഫ്രണ്ട്സ്, അർജുൻ ആ ഒരു സഹോദരനെ കാണാതായിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ അർജുൻ എന്താണ് പറ്റിയത്, അല്ലെങ്കിൽ അർജുൻ ആ ലോറിയിലുണ്ടോ, ലോറി എവിടെ എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാനല്ലേ. കുറേ ആളുകൾ ലോറി അവിടെ ഉണ്ട്, കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ ലോറിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. ചിലയിടത്ത് മരങ്ങൾ കണ്ടു, അതുപോലെ കയറ് കണ്ടു, ലോറിയുടെ പലതരത്തിലുള്ള ഭാഗങ്ങൾ കണ്ടു എന്നൊക്കെ പറയുന്നതല്ലാതെ ഓരോ അവശിഷ്ടങ്ങൾ കണ്ടു എന്നൊക്കെ പറയുന്നതല്ലാതെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മുടെ കർണാടക സർക്കാർ പൂർണ്ണമായിട്ട് നമ്മുടെ അർജുനെ കൈവിട്ടു എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ന്യൂസാണ് ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ മനാഫൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. കർണാടക സർക്കാരിന് ഒരു തരത്തിലുള്ള ഇൻട്രസ്റ്റും ഇല്ല നമ്മുടെ അർജുനെ തരയാൻ വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും ഇത് ഒതുക്കി തീർക്കണം. അവർ പൈസ വരെ നമ്മുടെ മനാഫക്കാർക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 ലക്ഷം രൂപ വരെ അവർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ എങ്ങനെയും ഇത് നിർത്തി വെക്കണമെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഞങ്ങൾ സെറ്റാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ മനാഫക്ക് ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറാതെ അതിൽ തന്നെ നിൽക്കുന്ന ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ന്യൂസിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണ്, റെഡ്ജർ കിട്ടിയാലാണ് ഇനി അങ്ങോട്ടുള്ള അന്വേഷണം നടക്കുകയുള്ളൂ. പക്ഷെ അതിന്റെ ചെലവ് വളരെ വലുതാണ്. ഏകദേശം 1 കോടി രൂപയോളം വരും അതിന്റെ ഒരു ചെലവ് എന്ന് പറയുന്നത്. അത് കാരണമാണ് ഇപ്പൊ അവര് എന്താ പറയാ അങ്ങനെ ഉഴപ്പി നടക്കുന്നത്. അതായത് നമ്മുടെ അർജുന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പൊ അവര് അധികം ഊർജ്ജമാക്കാത്തത് ഈ ഫണ്ടിന്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ടാണ്. കാരണം ഇത്രയും പൈസ 1 കോടിയോളം അതിന് ചെലവാക്കേണ്ടി വരും. അത് കർണാടക സർക്കാരിന് ഭയങ്കര എന്താ പറയാ മടിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവർ ആ ഒരു അത്രയും കോടി പൈസ ഇതിനു വേണ്ടി ചെലവാക്കാനൊന്നും അവർക്കൊട്ടും താല്പര്യമില്ല എന്നാണ് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ മനാഫക്ക പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ 1 കോടി രൂപ മുടക്കാൻ ഞാൻ തയ്യാറാണ്. അതായത് ഡ്രഗ്സർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്ര പൈസയാണോ ചെലവാവേണ്ടത് അത്രയും പൈസ ഞാൻ തരാൻ തയ്യാറാണ് എന്ന് നമ്മുടെ മനാഫക്ക ഉറപ്പിച്ച് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ മനാഫക്കാനെ പറ്റിയിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, ഈ മനാഫക്കാനെ കുറേ ആളുകൾ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് കേട്ടോ. കുറേ ആളുകൾ കുറേ കമന്റ്സിൽ പറയുന്നുണ്ട്. അതായത് നമ്മുടെ മനാഫക്ക തന്നെയാണ് നമ്മുടെ അർജുനെ മുക്കിയത്. അർജുനെ മറ്റു പല സ്ഥലത്തിലേക്ക് കടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അർജുൻ്റെ എന്താ പറയുക മനാഫിന് ആ ലോറിക്ക് വേണ്ടിയിട്ടാണ് മനാഫ് കിടന്നിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ അത് അർജുനോടുള്ള സ്നേഹം കൊണ്ടല്ല, ഒരു തൊഴിലാളിയോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, ലോറിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ബാഡായിട്ടുള്ള കമൻറ്റ് നമ്മുടെ മനാഫക്കാനെ പറ്റിയിട്ട് വരുന്നുണ്ട്. അതിൽ ഒരു കമൻറ്റ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കട്ടെ. എന്ന് വെച്ചാൽ മനാഫക്ക് തന്നെയാണ് അർജുന് മറ്റു പല സ്ഥലത്തേക്കും കടത്തിയിട്ട് ഇപ്പം ഇങ്ങനെ നാടകം കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള കമൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. 1-2 കമൻറ്റ്സ് ഒന്നല്ല, ഇത്തരത്തിലുള്ള കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. ഈ നമ്മുടെ മനാഫക്ക തന്നെയാണ് അർജുനെ കടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തിനാണ് അർജുന് വേണ്ടിയിട്ട് ഇന്ന് ഈ 1 മാസത്തോളമായിട്ട് അർജുന് വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിന് നിൽക്കേണ്ട ആവശ്യം? നമ്മൾ തന്നെ ഒന്ന് എന്താ പറയുക, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു വ്യക്തി, അർജുൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ആരുമല്ല, ഒരു തൊഴിലാളി എന്ന് കഴിഞ്ഞിട്ട് വേറെ ആരുമല്ല. അർജുനുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം എൻ്റെ തൊഴിലാളി, അത്തരത്തിലുള്ള ഒരു ബന്ധം മാത്രമാണ് അർജുനായിട്ടുള്ളത്. പക്ഷെ എന്നിട്ട് കൂടി തൻ്റെ ഒരു സഹോദരനെ പോലെ കണ്ടിട്ട് ഇന്ന് ഈ 1 മാസത്തോളമായിട്ട് അവിടെ നിന്നിട്ട് അർജുന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക അതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മനാഫക്ക എന്ന് പറയുന്നത് അല്ലേ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ ചെലവായാലും വേണ്ടില്ല, പക്ഷെ അർജുന് എന്താണ് പറ്റിയത്, അല്ലെങ്കിൽ അർജുന് എന്താ പറയാ, നമ്മളില്ലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയാതെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കല്ലേ. അർജുൻ്റെ ഒരു പക്ഷെ നമുക്ക് ബോഡിയെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അർജുൻ ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ള ഒരു സത്യം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഇതല്ലാതെ ആ ഒരു വ്യക്തി എവിടെയാണ്, എന്താണ്, ഏത് നിലയിലാണ് ഒന്നും അറിയാതെ നമുക്ക് എത്ര കാലമാണ് മുന്നോട്ട് പോകാൻ പറ്റുക? അതാണ് ആ വീട്ടുകാരും പറയുന്നത്, ഞങ്ങൾക്ക് അർജുൻ്റെ ബോഡിയെങ്കിലും കിട്ടണം, അപ്പോഴാണ് നമുക്ക് വിശ്വസിക്കാം അല്ലെ അർജുൻ ഈ ഒരു ഭൂമിയിൽ ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കാം. ഇത് ആ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത്, ഇന്ന് ഏത് നിലയിലാണ് ആ വ്യക്തി ഉള്ളത് എന്നറിയാതെ നമുക്ക് എത്ര കാലം അങ്ങനെ ജീവിക്കാൻ കഴിയൂലേ. അതാണ് അവർ പറയുന്നത്. മനാഫക്ക് അത് തന്നെയാണ് പറയുന്നത്, നമുക്ക് ആ ലോറി കിട്ടണം, അതിനകത്ത് അർജുൻ ഇട്ടോ ഇല്ലേന്ന് തീർച്ചയായിട്ടും അറിയണം. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഈശ്വർ മൽപ്പയാണല്ലോ നമ്മുടെ അർജുനെ കുറിച്ചിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ബാക്കി എല്ലാവരും കൈവിട്ടിട്ടും പക്ഷെ ഈശ്വർ മൽപ്പ എന്നും അർജുന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടങ്ങുന്നത്. പക്ഷെ ഇപ്പോൾ ഈശ്വർ മൽപ്പനെ പോലും അവര് എന്താ പറയാ കർണാടക സർക്കാർ ഇറക്കുന്നില്ല. ഈശ്വർ മൽപ്പ എന്താ പറയാ പുഴയിലേക്ക് അർജുന് വേണ്ടിയുള്ള അന്വേഷണത്തിന് ഇറങ്ങുമ്പോൾ ആ വ്യക്തിയെ വരെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അവര്. കാരണം അവരുടെ സമ്മതമില്ലാതെ ഇനി ഇറങ്ങണ്ട. അതായത് കർണാടക സർക്കാരിന് ഇനി നമ്മുടെ അർജുനെ തെരയാൻ വയ്യ എന്നുള്ള ഒരു നിഗമനം അവർ കുറച്ച് നാളുകളായി അവര് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അവര് പൈസയുടെ പേര് പറഞ്ഞിട്ടാണ് ഒഴിഞ്ഞു മാറുന്നത്. എന്നാൽ ആ പൈസ വരെ ഞാൻ കൊടുക്കാം എന്നിപ്പോ മനാഫക്ക ഉറപ്പിച്ച് പറയുന്നുണ്ട്. നമ്മൾ വെറും വാക്കായിട്ട് പറയല്ല, പൈസ അല്ല, നമുക്ക് എങ്ങനെയായാലും ഉണ്ടാക്കിയെടുക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നമുക്കൊന്ന് കേൾക്കാട്ടോ. അവർക്ക് ഇത് എങ്ങനെ നിർത്തിച്ചാൽ മതി പരിപാടി? ഞാൻ കൊടുക്കാന്നുള്ളത് ഒരു തീരുമാനിക്കട്ടെ, നമ്മൾ കൊടുത്തോളാം. അല്ല വെറും വാക്കല്ല, അതൊന്നും ബുദ്ധിമുട്ടുള്ള കേസല്ല. അതൊക്കെ ചെയ്യാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അതിനെക്കാട്ടും പണം പിന്നെ ഉണ്ടാക്കുക സാർ. ആരാതൊക്കെ മറ്റു കൊണ്ടുപോവുക, ആരും കൊണ്ടുപോകാനൊന്നും നിൽക്കുന്നില്ല. എങ്ങനെങ്കിലും ആയിക്കോളും.
അതായത് പൈസയല്ലേ നമുക്ക് ഇനിയും ഉണ്ടാക്കാൻ കഴിയും, പക്ഷെ ഒരു ജീവനില്ലേ, ഒരു ജീവൻ എന്താണ് പറ്റിയെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയണം. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്. ഈ ഒരു മാസത്തിനിടയിൽ 3 ദിവസം മാത്രമാണ് മനാഫിക്ക സ്വന്തം വീട്ടിൽ പോയിട്ടുള്ളത്. അതും എന്താ പറയുക, അദ്ദേഹത്തിന് വയ്യായിട്ട് ഹോസ്പിറ്റലൊക്കെ ആയ കാരണമാണ്. അല്ലെങ്കിൽ ഒരിക്കൽ പോലും അവിടെ നിന്നിട്ട് അർജുൻ്റെ അടുത്തൊന്നും മാറില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത്രയും ആത്മാർത്ഥതയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പല ആളുകളും വളരെ മോശമായിട്ട് കമന്റ് ഇടുന്നത്. നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ബാഡായിട്ടുള്ള കമന്റ് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വേദന ഉണ്ടാവും. അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാലോ. നമ്മൾ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കുമ്പോഴും മറ്റുള്ള ആളുകൾ അത് ബാഡായിട്ട് പറയുമ്പോൾ ഒരുപാട് വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്താ പറയുക, നമ്മുടെ അർജുനെ കുറിച്ചിട്ട് അർജുൻ മിസ്സായ ടൈം തൊട്ടിട്ട് ഇന്നേ ദിവസം വരെ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു മനാഫിക്ക തീർച്ചയായിട്ടും നല്ലൊരു വ്യക്തി തന്നെയാണ്. അർജുന് വേണ്ടിയിട്ട് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മനാഫിക്ക നിന്നിട്ട് ഇന്ന് നിമിഷം വരെ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ബാഡായിട്ട് പറയുന്ന ആളുകൾ തീർച്ചയായിട്ടും അതൊന്ന് മനസ്സിലാക്കുക. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും കഷ്ടപ്പെടുന്നത് എന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഒരാളെ ബാഡായിട്ട് ചിത്രീകരിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അയാളുടെ മാനസികാവസ്ഥയും കൂടി നമ്മളൊന്ന് ചിന്തിക്കുക. നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കുക, എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് കൊടുക്കാമെന്ന് കർണാടക സർക്കാർ സമ്മതിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും കഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഈ അന്വേഷണം ഇവിടെ നിർത്തി വെച്ചാൽ അവരത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം ഇതിൽ പിന്മാറുന്നില്ലെങ്കിൽ നമ്മളെന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അദ്ദേഹത്തിന് ആ ഒരു സഹോദരനോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിന്റെ പിന്നാലെ ഇത്രയും കഷ്ടപ്പെട്ട് നടക്കുന്നത്.